നമസ്കാരം. പതിരും കതിരും. ഇല്ലത്തൂന്നിറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ടെത്തിയതുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ ഫാസിസത്തിൻ്റെ ഒരു കാര്യം. വേണമെങ്കിൽ അരമണിക്കൂർ മുൻപേ പുറപ്പെടാമെന്ന ഭാവത്തിൽ ഉടുത്തുകെട്ടി നിന്ന ഫാസിസം വഴിയിലെവിടെയോ തങ്ങിയെന്നാണ് AK ബാലനും CPM ഒക്കെ പറയുന്നത്. മധുരയിൽ ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന കരട് പ്രമേയത്തിലാണ് ഈ കണ്ടെത്തൽ. CPM-ൻ്റെ പുതുക്കിയ പഞ്ചാംഗ പ്രകാരം നവഫാസിസ്റ്റ് പ്രവണത എന്നൊരു പുതിയ പ്രയോഗം കടന്നുകൂടിയിരിക്കുന്നു. ജൈവ ബുദ്ധിജീവിയെ പോലെ എന്താണ് ഈ സാധനമെന്ന് അന്വേഷിച്ചിറങ്ങിയവരോടാണ് പാർട്ടിയുടെ വിശദീകരണം. മോദി സർക്കാർ ഫാഷിസ്റ്റ് സർക്കാരാണോ എന്ന് ചോദിച്ചാൽ ലക്ഷണമൊക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി സാധനം പുറത്തു വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പും ജനാധിപത്യവും ഇല്ലാതായാൽ മാത്രമേ ഫാഷിസം വരികയുള്ളൂ. ഇവിടെയാണെങ്കിൽ സമയാസമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണല്ലോ ഓരോരോ കനലുകളെ നമുക്ക് പാർലമെൻറ്റിലേക്ക് വിടാൻ കഴിയുന്നത്. പിണറായി രണ്ടാം തവണയും ഞെളിഞ്ഞിരിക്കുന്നതും അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഗുജറാത്തിലെയും UP-യിലെയും ഒക്കെ കാര്യം പറഞ്ഞ് ഫാഷിസവും പൊക്കിക്കൊണ്ട് സഖാക്കൾ വരുന്നതല്ല. ഫാഷിസം നവ ഉദാരവൽക്കരണ നയങ്ങളുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ അതിനെ നവഫാസിസം എന്ന് വിളിക്കാനാണ് CPM-ന് ഇഷ്ടം. ആകപ്പാടെ നമുക്ക് മേലോട്ട് നോക്കി കുരയ്ക്കാൻ പറ്റിയ ഒറ്റ വാക്കാണത്. ആ സാധനം പൂർണ്ണമായി വിട്ടുകളഞ്ഞാൽ കഥ തീരും. പണ്ടൊക്കെ ഘാട്ടിലും പെരിസ്ട്രോയ്ക്കിലുമൊക്കെ പിടിച്ചായിരുന്നു സഖാക്കളെ ഇളക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ കുറേ ബുദ്ധിജീവികളായ മൈക്ക് കടിക്കാർ ജീവിക്കുന്നത് തന്നെ ഈ ഫാസിസത്തിൽ കടിച്ചുകൊണ്ടാണ്. തഞ്ചാവൂർ ബൊമ്മയെപ്പോലെ പറയുന്നതെല്ലാം സ്വയം തലയാട്ടി സമ്മതിക്കുന്ന നമ്മുടെ സുനിൽ P. ഇളയിടം മാഷും KN കുഞ്ഞയഞ്ഞതും ബാലേന്ദ്രൻ ചുള്ളിക്കാടും ആസ്ഥാന ബുദ്ധിജീവി M. സ്വരാജുമൊക്കെ ഫാസിസം പറഞ്ഞു മാത്രം ഉടുത്തുകെട്ടി നടക്കുന്നവരാണ്. പ്രാക്കുളം ചെകുവേരയായ MA ബേബി സാറ് മുതൽ ചക്കയര കൊട്ടിയ വിപ്ലവം നയിക്കുന്ന ജയ്ക്ക് വരെ ഫാസിസം പറഞ്ഞുകൊണ്ടാണ് കഞ്ഞി കുടിച്ച് കഴിയുന്നത്. ബേബി സാർ ആണ്ടോടാണ്ട് കടമനിട്ട രാമകൃഷ്ണൻ്റെ ക്യാ എന്ന കവിത ഉച്ചത്തിൽ ചൊല്ലുന്നത് തന്നെ ഫാസിസത്തെ ഓർമ്മിപ്പിക്കാനാണ്. ഫാസിസം വന്നില്ലെങ്കിൽ എന്താ, സോഷ്യലിസം ദേ വന്ന് പഠിക്കൽ നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആകെയുള്ള കുഴപ്പം ഫാസിസമായിരുന്നു. ഇത് പറഞ്ഞു നടന്ന പാർട്ടി അതും വിഴുങ്ങിക്കളഞ്ഞു. ഫാസിസമാണ്, ഫാസിസം വന്നു എന്ന് കേരളത്തിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു കൂവിയിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും പാർട്ടിക്കുണ്ടായിട്ടില്ല. ന്യൂനപക്ഷങ്ങളാണെങ്കിൽ അത് കേട്ട ലക്ഷണവും കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ CPM അവരുടെ പഞ്ചാംഗം പുതുക്കി നവഫാസിസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മോദി സർക്കാർ ഫാസിസ്റ്റ് ആണെന്നതിൻ്റെ തെളിവാണല്ലോ കിട്ടാതെ പോയത്. എന്നാൽ പിണറായി സർക്കാർ ഫാസിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സർവ്വലക്ഷണങ്ങളും ഇവിടെയുണ്ട്. പൊതുതെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത സാധനമായതുകൊണ്ട് മാത്രം അതിവിടെ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. പകരം അമ്പലക്കമ്മിറ്റി മുതൽ സഹകരണ സംഘങ്ങൾ വരെ തെരഞ്ഞെടുപ്പ് കലക്കിയാണ് CPM പിടിച്ച് കയ്യിൽ വെക്കുന്നത്. കോളേജുകളിൽ പോലും ജനാധിപത്യ സ്വഭാവമില്ല. ക്ഷേത്രങ്ങളിൽ വെച്ച് ഇൻകുലാബ് വിളിക്കുന്നതും സ്വന്തക്കാരെ നെഞ്ചളവും പൊക്കവും നോക്കാതെ പോലീസിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നതും ഫാസിസമല്ലേ പിണറായി? ഭരണവിലാസക്കാർക്ക് കോടികളും ലക്ഷങ്ങളുമൊക്കെ ശമ്പളം കിട്ടുന്നത് ഫാസിസമല്ലേ ഗോവിന്ദ? മാധ്യമങ്ങളുടെ എതിർ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചത് ഫാസിസമല്ലേ ബാല? സാധുക്കളുടെ തൊണ്ട പൊട്ടിയുള്ള യാചന കേൾക്കാത്തതും ഫാസിസമല്ലേ? എതിർക്കുന്നവരുടെ തല പാർട്ടിക്കാരെ ഇറക്കി തല്ലിച്ചതയ്ക്കുന്നത് ഫാസിസമല്ലേ? ഹിറ്റ്ലറുടെ രീതിയിൽ വന്നാൽ മാത്രമേ ഫാസിസം എന്ന് കേന്ദ്രത്തെ വിളിക്കാവൂ എന്ന് പറയുന്ന കേന്ദ്ര സഖാക്കളെ, ഇവിടെ ഒരു ഹിറ്റ്ലർ മുണ്ടുടുത്ത് നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മുറിമീശ ഇല്ലെന്നേ ഉള്ളൂ, പകരം പഴുതാരമീശയുണ്ട്. ഇപ്പോഴത് വടിച്ചു നീക്കി എന്ന് മാത്രം. കേന്ദ്രത്തിൽ ഫാസിസം വന്നിട്ടില്ല എന്ന് പറയുന്ന CPM-കാരാ പഠിക്കൽ നിൽക്കുന്ന പിണറായിസം കൊമ്പും കോമ്പല്ലും പുറത്തെടുത്ത് രാഗി മിനുക്കുന്നത് ജനം കാണുന്നുണ്ട്.